അമട്ടെ. അതിന് സ്റ്റേ വയർ പോയിരിക്കുന്നത് ഈ പോസ്റ്റ് നിൽക്കുന്നുണ്ട്. ഈ സ്കൂളുമായിട്ട് എത്ര അടുത്താണ്? കൊച്ചു കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളും. ഇത് കാർഷിക വിളകളൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ വെട്ടിമാറ്റാൻ വേണ്ടി വരുമല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല നമ്മനെ. നമ്മുടെ KSEBയുടെ ജാഗ്രതയാണ് ഈ കാണുന്നത്. ഇത് മാത്രമല്ല, ഇത് അങ്ങോട്ട് നോക്ക്. അവിടെയുണ്ട് ഇതുപോലെ കയറി കിടക്കുന്ന ഒരെണ്ണം. ഇതേ നമ്മുടെ ഈ അടുത്ത ദിവസം ഒരു സംഭവം ഉണ്ടായി. കഴിഞ്ഞൊരു കാറ്റിനും മഴയ്ക്കും നമ്മുടെ വീടിൻ്റെ, എൻ്റെ വീട് റോഡിന് താഴെ, വേറൊരു വീട് റോഡിന് മുകളിലും. അവരുടെ മുറ്റത്ത് നിന്ന് ഒരു കവുങ്ങ്, അതിൻ്റെ അടിപ്പുഴ ഈ നമ്മുടെ ലൈൻ പോകുന്നത്, കവുങ്ങ് ഒടിഞ്ഞിട്ട് ഇത് നമ്മുടെ ലൈനയിലേക്ക് വീണു. ലൈന വീണിട്ട് ആ ലൈൻ ഓഫായി. അപ്പോൾ ഇതെൻ്റെ മുറ്റത്തേക്കാണ് എൻ്റെ തല വന്ന് കുത്തത്. ഇവിടെ വീട്ടിൽ നിന്ന് അയൽവക്കാരും പിള്ളേരും എല്ലാം കൂടിയെടുത്ത് വലിച്ച് മോളിൽ കയറ്റി വെച്ചു. മോളിൽ കയറ്റി വെച്ചിട്ട് ഇവർ എന്നാൽ പിന്നെ അതിനകത്ത് ഈ കമ്പിയെല്ലാം കൂടിയാണ്. ഇത് മോളിൽ കയറ്റി വെച്ചപ്പം കുറച്ച് ഇത് ഒരു ആർച്ച് പോലെ ഇങ്ങനെ. ആ സമയത്ത് ഈ പിള്ളേരെന്ത് ചെയ്തു, എന്നാൽ പിന്നെ ഇത് ഇവിടുന്ന് ഒരു കുറിക്കാന്ന് പറഞ്ഞാൽ അവരെടുത്ത് ഒരു വാളും കൊണ്ടുവന്ന് ഇത് കട്ട് ചെയ്യാൻ തുടങ്ങും. കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ എൻ്റെ വരാന്തയിൽ ഇരിപ്പുണ്ട്. ഞാൻ നോക്കുമ്പോൾ കറണ്ട് വന്നു. ഞാൻ പറഞ്ഞു നിർത്തിക്കോന്ന് പറഞ്ഞു. എന്ത് ഉത്തരവാദിത്തം ഇവർക്കുള്ളത്? ഇവരെ വിളിച്ച് പറഞ്ഞതാ സംഭവം ഇങ്ങനെ ഉണ്ടെന്ന്. എന്നിട്ട് ഇവർ വരാത്തതിൻ്റെ പേരിലാണ് ഇവരിത് ചെയ്തത്. ഇങ്ങനെയാണ് നമ്മുടെ KSEBയുടെ പണികൾ. അപ്പം തമ്പാനെ, ഇതാണ് നമ്മുടെ KSEBയുടെ ജാഗ്രത. അതായത് നമ്മൾ ഇപ്പം നോക്കിയേ, ആ സ്റ്റേ വയർ വഴി ഒരു സാധനം മുകളിൽ കയറിപ്പോയിക്കോ, അത് ഇവരുടെ ഇടവള കൃഷിയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ആഴ്ചക്കാഴ്ചക്ക് ഒരു ടച്ച് കൊത്താനാണെന്ന് പറഞ്ഞു. ഇത് എത്ര ആഴ്ചയായി ഇത് കൊത്തിയിട്ട് നോക്കിക്കേ. ആ തേക്കിൻ്റെ ഒക്കെ എല്ലാം കമ്പ് നിൽക്കുന്നുണ്ടോ? അതേസമയം നമ്മുടെ കൃഷികൾ നമ്മുടെ കൃഷിയുണ്ടല്ലോ, കൃഷി വന്നിട്ട് കശുമാവിൻ്റെയോ തെങ്ങിൻ്റെയോ കവുങ്ങിൻ്റെയോ ഒക്കെ മണ്ട മുറിക്കാതെ ഇവർക്ക് യാതൊരു യാഗതക്കുറവില്ല. അത് നല്ല കൃത്യമായിട്ട് അവർ ചെയ്യുകയും ശരി. KSEBക്കാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ കയ്യിൽ വലിയ പിഴയുണ്ട്. അതുപോലെ ഈ സ്കൂളിന്റെ അത് ഇത് ശ്രദ്ധിക്കണ്ടേ. ഇതിലെ കുട്ടികളൊക്കെ പാഞ്ഞു നടക്കുന്നതല്ലേ. അതാണ് പഞ്ചായത്ത് ഓഫീസ്, അവരുടെ മുമ്പിലല്ലേ ഇത്. ഇതൊന്നും ആരും കാണുന്നില്ല. ചോദിച്ചേട്ടാ, ഇതെന്നാ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ വർത്താനം പറയും? ഓ, ഞങ്ങള് ഈ ഇലക്ട്രിക് പോസ്റ്റിന്റെ സ്റ്റേ വയർ വഴി പള്ളി വയർ കിടക്കുന്നുണ്ടോ, അതിനെപ്പറ്റി ഇങ്ങനെ പറയാറ്. ഇതല്ലേ എന്തായാലും അപകടം ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല, തേക്കിന്റെ കമ്പ് ലൈനെ മുട്ടിയാണല്ലോ നടക്കുന്നത്. ഒരു കാറ്റ് വന്നാൽ എന്റെ ഒരു കാര്യം ഞാൻ ചെയ്യാം. നമ്മുടെ ഇവിടെ കുറെ മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ, അവരെ ഒന്ന് വിളിച്ചോ. ഹലോ, ഇത് മലബാർ വാർത്തയല്ലേ? നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നല്ലൊരു ചൂട് വാർത്ത ഞാൻ തരാം. അതായത് നമ്മുടെ സ്കൂളിന്റെ ബാക്ക് വശത്തേക്ക് വരണം, പഞ്ചായത്ത് ഓഫീസിന്റെ മുൻവശത്ത്. വേഗമാ, നല്ലൊരു വാർത്ത തരാം. ജോയിച്ചേട്ടൻ, നിങ്ങളിപ്പോ പറഞ്ഞത് ശരിയാണ്. പക്ഷെ KSEBക്കാരൊന്നും ചെയ്യുന്നില്ലെന്ന് നിങ്ങൾ പറയരുത്. കാരണം ഈ പ്രാവശ്യത്തെ ഈ കാറ്റും മഴയൊക്കെ വന്നപ്പോൾ എത്രയാ പോസ്റ്റർ ഒടിഞ്ഞു വീണത്. അതൊക്കെ അവർ കയ്യും മയ്യും മറന്നല്ലേ അവർ ഒന്നിച്ച് നിന്ന് ഇതെല്ലാം പൊട്ടി വീണതെല്ലാം കൊത്തി പിടിച്ചെല്ലാം റെഡിയാക്കിയതിന്റെ പേരിലല്ലേ നമുക്ക് ഈ കറണ്ടൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള ശമ്പളം മേടിക്കുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടില്ലേ, അവർ ചെയ്തതാണ്. അങ്ങോട്ട് ആഘോഷം നോക്കും, എല്ലാത്തിലും ഇങ്ങനെ വള്ളി കയറി കിടക്കുക. എന്തായിരുന്നു ഇങ്ങോട്ട് വിളിച്ചത്? ഞങ്ങൾ വിളിച്ചത് നിങ്ങൾ ഇങ്ങോട്ട് നോക്കും, ഇതെന്നാ സംഭവം. അത് ശരിയാണല്ലോ. അവിടെ ഒരു പോസ്റ്റ്, നിങ്ങൾ മാധ്യമ പ്രവർത്തനം ഒന്നും കാണുന്നില്ലേ? നിങ്ങൾ വേറെന്തല്ലോ ചെയ്യുന്നുണ്ടോ? ഒരുപാട് വാർത്തകൾ കൊടുക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള വാർത്തകൾ കൊടുക്കണം. അല്ല, ഒരു പഞ്ചായത്തിലെ മുഴുവൻ പോസ്റ്റായി കൂടെ നോക്കി അടക്കാൻ പറ്റില്ല. പക്ഷെ ശ്രദ്ധയിൽപ്പെടുന്നത് നമ്മൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ടച്ച് കൂത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പബ്ലിക് ഗ്രൂപ്പിലേക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. KSEBയുടെ പരാതി പരിഹാര സെല്ല് എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ വലിയൊരു പബ്ലിക് വാർത്തയായിട്ട് ചെയ്യാത്തത് എന്നാന്ന് വെച്ചാൽ അവർ ഓരോ സ്ഥലത്ത് ഓടി നടക്കുകയാണല്ലോ. എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങളുടെ മാധ്യമ പ്രവർത്തകരുടെയും ഉത്തരവാദിത്ത കുറവ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധയിൽപ്പെടാഞ്ഞത് സംഭവിക്കുന്നു. ഇപ്പൊ ജോയിച്ചേട്ടനെ ചൂണ്ടിക്കാണിച്ചത് നമ്മൾ വാർത്ത ചെയ്യുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും ചെയ്യും. പോസ്റ്റിന്റെ വേറൊരു കാര്യമുണ്ട്. ഓരോ ട്രാൻസ്ഫോമറില് 2-3 ട്രാൻസ്ഫോമറില് ഒരു ദിവസം കറണ്ട് കട്ടാക്കും. എന്തിനാ? ടച്ച് കൊത്താൻ. ഇത് നിങ്ങളിപ്പോ ഒന്ന് നോക്കി, ഈ ടച്ച് കുത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. 8 മണി മുതൽ 5 മണി വരെ കറണ്ട് കട്ടാക്കും. 2-3 ട്രാൻസ്ഫോമറിന്റെ. അങ്ങനെ ഓരോ പ്രദേശങ്ങളിലും ഓരോ ദിവസം ഒരു കട്ടാക്കലുണ്ട്. എന്തിനു വേണ്ടി കട്ടാക്കുന്നു? ഇതിപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോ, പഞ്ചായത്തിന്റെ തൊട്ട് മുമ്പിലുള്ള സ്ഥലമായത്, അതോ സ്കൂളത്. ഈ പിള്ളേരെ, എൻ്റെ അടക്കം പിള്ളേർ ഇവിടെ പഠിക്കുന്നുണ്ട്. ഈ പിള്ളേർക്ക് എന്തെങ്കിലും അപകടം വന്നതിന് ശേഷമാണോ ഈ എല്ലാവരും കൂടെ ഒത്തുകൂടി ഒരു സ്വരുമേല്
അതിനെക്കുറിച്ച് അത് ചെയ്തത് തെറ്റാണെന്ന് വിചാരിക്കേണ്ടത്? അല്ല, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാനും അത്തരമൊരു ദുരന്തത്തിന്റെ ഇരയാണ്. കാരണം എന്താണെന്ന് വെച്ചാല് നിലവിലുണ്ടായിരുന്ന ഒരു തെങ്ങിനോട് കൂടുതൽ ചേർത്ത് പോസ്റ്റ് അടുപ്പിച്ചിട്ടേച്ച് അടുത്ത ഭാഗത്ത് വീണ ഒരു തെങ്ങ് കാരണം ഇത് കമ്പികൾ കൂട്ടിയിടിച്ച് തീ കത്തി താഴെ വീണ് ഏകദേശം ഒരു 10 സെന്റോളം സ്ഥലവും കത്തി. എന്റെ അവിടെ പാർക്ക് ചെയ്തിരുന്ന കാറ് ഫുള്ള് കത്തിപ്പോയതാണ്. ആക്രിക്ക് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. ഒരു സ്വിഫ്റ്റ് ഫുൾ ഓപ്ഷൻ കാറായിരുന്നു. അപ്പൊ ആ നഷ്ടത്തെ കുറിച്ച് ചോദിക്കുമ്പം അതൊന്നും കൊടുക്കാൻ KCBക്ക് ബാധ്യതയില്ല എന്നാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ചെയ്യാത്തത് കൊണ്ട്, ഉദ്യോഗസ്ഥർ ചെയ്യാത്തത് കൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങൾ പലപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഇത് ചൂണ്ടിക്കാണിച്ചത് ഈ KCBയുടെ അനാസ്ഥ ഇതാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. അത് നാളെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളെ നമ്മളിവിടെ വിളിച്ചു വരുന്നത്. ഓക്കെ, നിങ്ങൾ ഇത് കണ്ടപ്പോൾ ശരിയല്ലേ? ഇത് ശരിയാണ്. ഒരു കാര്യം ചെയ്യാം. ഇപ്പം ജോയിച്ചേട്ടൻ പറഞ്ഞല്ലോ ആ പോസ്റ്റിന്റെ കാര്യം, അതും കൂടെ നമ്മുടെ ക്യാമറമാൻ നമുക്ക് അങ്ങോട്ട് നീങ്ങാം. ജനകീയ പ്രശ്നങ്ങൾ മാധ്യമ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിൽ ജോയിച്ചേട്ടനെ പോലെയുള്ളവർ വളരെ നന്നായിട്ട് മുന്നേറുകയാണ്. KCBയുടെ അനാസ്ഥയ്ക്കെതിരെ ഓരോ ചൂണ്ടിക്കാട്ടലുകളും ഒരു മാധ്യമ ധർമ്മം നിർവഹിക്കുന്ന പത്രമെന്ന നിലയിൽ ഞങ്ങളും ജനസമക്ഷത്തിലേക്കും KCBയുടെ മുമ്പിലേക്കും സമർപ്പിക്കുകയാണ്. ഇതൊക്കെ സമയബന്ധിതമായി കൃത്യമായി ടച്ച് കുത്തിയും ജനങ്ങൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കുവാനുള്ള സൗകര്യവുമൊക്കെ, വൈദ്യുതി അപകടങ്ങൾ ധാരാളം സംഭവിക്കാറുണ്ട്, അതൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത നിങ്ങൾ ഓരോരുത്തരും വേണ്ടപ്പെട്ടവരെല്ലാം പുലർത്തണം. ഇതിവിടെ പഞ്ചായത്ത് ഓഫീസിന്റെ സമീപത്ത് തന്നെ 2 പോസ്റ്റിൽ ഇത്തരം ഇത് കണ്ടിട്ടും പ്രശ്നങ്ങൾ കണ്ടിട്ടും പഞ്ചായത്ത് അധികൃതർ പോലും ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്.